വീട്ടിൽ അമ്മമാർ തിരക്കിട്ട ജോലിയിലായിരിക്കുമ്പോൾ, കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോൾ, അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കും. അവരതിലെന്താണ് കാണുന്നത്? ഷോർട്സും റീൽസുമായിരിക്കും. അതിവേഗം ഫാസ്റ്റായി പോകുന്ന റീൽസിലായിരിക്കും കുട്ടികളുടെ ശ്രദ്ധ മുഴുവൻ. ഷോർട്സും റീൽസും കാണുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് ന്യൂറോ സയന്റിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും പഠനങ്ങൾ പറയുന്നത്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. എന്തുകൊണ്ടാണ് 7 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് ഷോർട്സും റീൽസും ഒന്നും കാണിക്കരുത് എന്ന് പറയുന്നത്? ഷോർട്സും റീൽസും കാണുമ്പോൾ അതിഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഈ ഷോർട്സും റീൽസും ഒക്കെ കുട്ടികളുടെ ബ്രെയിൻ സ്റ്റിമുലേഷനെ ഫാസ്റ്റ് ആക്കി പോകുന്നുണ്ട്. കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമുള്ള അതിവേഗം ഫാസ്റ്റ് ആയി പോകുന്ന റീൽസ് മാറി മാറി കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ സ്റ്റിമുലേഷനും ഫാസ്റ്റ് ആയി പോകുന്നുണ്ട്. അത് അവരിൽ ഹൈപ്പർ ആക്റ്റീവ് ആകാൻ ഇടയുണ്ട്. കൊഗ്നിറ്റീവ് ഗ്രോത്തും ലാംഗ്വേജ് സ്കില്ലും സോഷ്യൽ ഇന്ററാക്ഷനും ഡെവലപ്പ് ചെയ്യേണ്ട ഈ പ്രായത്തിൽ അവര് റീൽസ് മാറി മാറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം അവർക്ക് ചെലവഴിക്കാൻ പറ്റാതെ വരുന്നു. ഇത് അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ കുറയ്ക്കുന്നു. അറ്റൻഷൻ ലോസ്. വളരെ ഫാസ്റ്റ് ആയി പോകുന്ന ഈ ഷോർട്സും റീൽസും ഒക്കെ കാണുമ്പോൾ അവരുടെ ശ്രദ്ധ ഒന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. 30-40 സെക്കൻഡുകൾ മാത്രമേ അവർക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് അവരിൽ വളർന്നു വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബിഹേവിയറൽ ചേഞ്ചസ്. കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കില്ല പലതിലും ഉണ്ടാകുന്നത്. ഇടയ്ക്ക് കയറി വരുന്ന ആഡുകൾ, ഷോർട്സും റീൽസും കാണുന്നതിനിടയിൽ ഇടയ്ക്ക് കയറി വരുന്ന ആഡുകൾ അവരുടെ മനസ്സിനെ ദോഷം ചെയ്യും. ദൈ പൊട്ടൻഷ്യലി ഹാംഫുൾ ദെയർ മൈൻഡ്. ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ഷോർട്സും റീൽസും കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് ശാരീരികമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അവരുടെ കാഴ്ചശക്തിക്ക് പ്രശ്നമുണ്ടാകുന്നു, ഉറക്കം കുറയുന്നു, ഭക്ഷണം കഴിക്കാതെ വരുന്നു, അതല്ലെങ്കിൽ സ്ക്രീനിൽ സമയം ചെലവിട്ടുകൊണ്ട് തന്നെ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. സ്ക്രീനിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികളിൽ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരികയും അവർക്ക് ഹൈപ്പർ ആക്റ്റീവ് ആവുകയും അച്ചടക്കം ഇല്ലാതാവുകയും ചെയ്യുന്നു. സ്ക്രീനിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടിയുണ്ടാകും. അഥവാ സ്കൂളിൽ പോയാൽ തന്നെ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ ഇവർക്ക് കഴിയാതെ വരുന്നു. 5 മിനിറ്റ് പോലും ക്ലാസ്സിൽ എടുക്കുന്ന പാഠങ്ങൾ ശ്രദ്ധിക്കാൻ ഇവർക്ക് കഴിയാതെ വരുന്നു. മറ്റു പല കലാകായികപരമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ശ്രദ്ധിക്കുവാനോ അതിൽ പങ്കെടുക്കുവാനോ ഉള്ള താല്പര്യം ഇവർക്ക് കുറഞ്ഞു വരും. ഇതിനിടയിൽ നിങ്ങളൊരു വാർത്ത കേൾക്കുകയോ കാണുകയോ വായിക്കുകയോ ചെയ്തു കാണും. 2 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുള്ള അമ്മമാർക്ക് സ്വീഡൻ ഗവൺമെന്റ് കടുത്ത നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ്. കുട്ടികളുടെ ഇടയിൽ മൊബൈലിന്റെയും സ്ക്രീനിന്റെയും ഉപയോഗം അമിതമാകുന്ന സാഹചര്യത്തിലാണ് സ്വീഡൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൊബൈലിലും ടിവിയിലും കാർട്ടൂണുകളും റീൽസും കണ്ടു മാത്രം ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന കുട്ടികളാണ് എന്നുള്ളത്. എന്നാൽ ഇത്തരം പരിപാടികളൊന്നും നടക്കില്ല എന്ന മട്ടിലുള്ള കർശനമായ ഉത്തരവാണ് സ്വീഡൻ പുറത്തിറക്കിയിരിക്കുന്നത്. 2 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും കാണിക്കരുത് എന്നാണ് കർശനമായ. കുട്ടികളുടെ ഇടയിൽ മൊബൈലിന്റെയും സ്ക്രീനിന്റെയും ഉപയോഗം അമിതമാകുന്ന സാഹചര്യത്തിലാണ് സ്വീഡൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ക്രീൻ ഉപയോഗം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്നു എന്നതുകൊണ്ടാണ് എന്ന കണ്ടെത്തലിലാണ് ഇത്തരം ഒരു ഉത്തരവ് സ്വീഡൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമല്ല മറ്റു പ്രായത്തിലുള്ള കുട്ടികൾക്കും കർശനമായ സമയം നിഷ്കർഷിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ സ്ക്രീൻ സമയം കുറയ്ക്കുക വഴി അവരുടെ ശീലങ്ങൾ കൂടെ മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം ഒരു നടപടികൾ.
കുട്ടികളിൽ ആവശ്യത്തിന് ഉറക്കം കിട്ടണമെങ്കിൽ അവരുടെ സ്ക്രീൻ സമയം കുറയ്ക്കണം. കുട്ടികളുടെ സ്ക്രീൻ സമയം നിയന്ത്രിക്കണമെന്നും അവരുടെ കിടപ്പുമുറിയിൽ നിന്ന് ഫോണുകളും മറ്റു ഡിജിറ്റൽ ഉപകരണങ്ങളും എടുത്തു മാറ്റണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. അമിതമായ സ്ക്രീൻ ഉപയോഗം കുട്ടികളെ ഉറക്കക്കുറവിലേക്കും വിഷാദത്തിലേക്കും മറ്റു ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട് എന്നാണ് സ്വീഡന്റെ കണ്ടെത്തൽ. 2 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരിക്കലും സ്ക്രീൻ കാണിക്കരുത്. 2 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള പ്രായക്കാരുടെ സ്ക്രീൻ സമയം 1 മണിക്കൂറാണ്. 6 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 2 മണിക്കൂർ. 13 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 3 മണിക്കൂർ. ഇങ്ങനെ പോകുന്നു കുട്ടികളുടെ സ്ക്രീൻ സമയം. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കണ്ണുകൾ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. അവരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള മറ്റു ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരിക. ടേക്ക് കെയർ.